ഹായ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കേസർ ആൻഡ് കോജിക് ആസിഡ് ഡോക്ടർ ഷെയ്ത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ പറയാമെന്ന്. ഞാനിതിപ്പോൾ 3-4 മാസമായി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ മേലെ പിഗ്മെൻറ്റേഷൻ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 3-4 മാസത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്, ഈ പുതിയ പിമ്പിൾസ് വരുന്ന സമയത്ത് അത് നൈറ്റിൽ ഈ ക്രീം യൂസ് ചെയ്തിട്ട് പിറ്റേ മോർണിംഗ് ആകുന്ന സമയത്ത് തന്നെ ആ ഒരു പിമ്പിൾ ഫെയ്ഡായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നോർമലി ഈ കുറേ പിമ്പിൾസിൻ്റെ ഇതുണ്ട്, ഫെയ്ഡായ കലകൾ കുറേ എൻ്റെ ഫേസിലുണ്ട്. ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് വാങ്ങിയത്. പക്ഷേങ്കിൽ ചെറിയ ചെറിയ കലകൾ മാത്രമേ പോയിട്ടുള്ളൂ, അധികം ഫെയ്ഡായെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പിമ്പിൾസ് പോവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തേ. പിഗ്മെൻറ്റേഷൻ അധികം അങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കോജിക് ആസിഡ് ഉള്ളത് കൊണ്ട് അത് നല്ലോണം റിയാക്റ്റീവാണ്. രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ രാത്രി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫോളോയിങ് ഡേ പുറത്ത് വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എൻ്റെ അമ്മ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ ഇടാണ്ട് നൈറ്റല്ല യൂസ് ചെയ്തത്, രാവിലെയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് വെയിലത്ത് പോയ സമയത്ത് ഫേസ് നിറച്ചും ചുവപ്പ് കളറായി. പിന്നെ നല്ലോണം കുറേ പിമ്പിൾസും വന്നു. ഒരു ബേൺ ആയ പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സൺസ്ക്രീൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്തിട്ട് ഫേസ് മൊത്തം പിമ്പിൾസ് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡേ ഇത് യൂസ് ചെയ്ത സമയത്ത് ഈ ഫോർഹെഡിൻ്റെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ദിവസം ഒരാഴ്ചത്തേക്ക് അത് യൂസ് ചെയ്യാണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഇവിടെയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം കുറച്ച് ഇവിടെയും ഫോർഹെഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ആക്നെ നല്ലോണം വരുന്ന സ്കിന്നും കൂടിയാണ് എൻ്റേത്. പക്ഷേങ്കിൽ ഇവിടെയും യൂസ് ചെയ്യുന്ന സമയത്ത് ചീക്സിലുള്ള എല്ലാ വരുന്ന പുതിയ പിമ്പിൾസ് നല്ലോണം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർഹെഡിൽ ഞാൻ ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം 1-2 പിമ്പിൾസ് വന്നാൽ അതിൻ്റെ മേലെ മാത്രം ഇടും. അപ്പോൾ ആ പിമ്പിൾ പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് പോകുന്നുണ്ട്. ഞാൻ ഫോർഹെഡിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാറില്ല. ഫേസിൽ ചീക്സിലുള്ള സംഭവമെല്ലാം നല്ലോണം പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കുറേ ആൾക്ക് ബാഡ് റിവ്യൂസും ഉണ്ടായിട്ടുണ്ട്, കുറേ ആൾക്ക് നല്ലൊരു അഭിപ്രായവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.